നമസ്കാരം. നമ്മുടെ മുഴുവൻ ഗാലക്സികളിലും നിറഞ്ഞു നിൽക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കാത്ത, മനസ്സിനോ യുക്തിക്കോ ബുദ്ധിക്കോ അറിയാൻ കഴിയാത്ത നിറഞ്ഞു നിൽക്കുന്ന കോൺഷ്യസ്നസ്, ബോധം, എക്സിസ്റ്റൻസ്, ബീയിങ്, ഉണ്മ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നാണ് വേദാന്തം പറയുന്നത്. അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിരവധി ഡിസ്ക്രിപ്ഷൻസാണ് നമ്മുടെ ഈ ഉപനിഷത്തുകളിലുള്ളത്. അതിൽ കേനോപനിഷത്തിലെ 4-ാം മന്ത്രം നമ്മൾക്കൊന്ന് നോക്കാം. മന്ത്രം ഇങ്ങനെയാണ്: അന്യത് ഏവ തദ് വിദിതാത് അഥോ അവിദാത് അവിദിതാത് അധി ഇതി ശുശ്രുമ പൂർവേഷാം ഏന തത് വ്യാചക്ഷിരേ. അന്യത് ഏവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി ഇതി ശുശ്രുമ പൂർവേഷാം ഏന തത് വ്യാചക്ഷിരേ. ഇതിനെ നമ്മൾക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് തന്നത് ഇങ്ങനെയാണ്: അന്യത് ഏവ തദ് വിദിതാത് അഥോ. വിദിതാത് അഥോ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതിൽ നിന്ന് വിഭിന്നമാണ്. നമ്മൾക്ക് അറിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ, നമ്മൾ ഉള്ള ഈ നാമരൂപങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായ ഒന്നാണത്. എന്താണെന്ന് അവിടെ പറയുന്നില്ല, എന്ന് വിഭിന്നമായ ഒന്നാണ്. തദ് വിദിതാത് അഥോ അവിദിതാത് അധി. അറിയപ്പെട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, ആ അറിയപ്പെട്ടാത്തതിന് ഉപരിയാണ് തദ് അവിദിതാത് അധി. നമുക്ക് അറിയപ്പെടാത്തതിനുപരിയാണത്. അതെന്താണെന്ന് പറയാം. അറിയപ്പെടാത്തതിനുപരി എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും അത് എന്താണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഈ 2 വാക്കുകളാണ് അവിടെ ഉപയോഗിച്ച് ഇരിക്കുന്നത്. അറിയപ്പെട്ടതിൽ നിന്ന് വിഭിന്നതവും അറിയപ്പെടാത്തതിൽ നിന്ന് ഉപരിയുമാണ് ഈ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് ഈ മന്ത്രത്തിലൂടെ അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.